എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ഒരു കടലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത്. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ തേണ്ടേ ഞാനൊരു 1.5 കപ്പ് കടല വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. ഇത് കുതിർക്കാനായിട്ട് ഇട്ടപ്പോൾ തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടാണ് കുതിർക്കാൻ വെച്ചത്. അപ്പം നമ്മുടെ കടലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും, ഉപ്പ് പിടിക്കുകയും ചെയ്യും. അത് ഞാൻ തേണ്ടേ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 സവോള അരിഞ്ഞ് വെച്ചതിനകത്തുനിന്ന് കുറച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല, ഉപ്പ് ഓൾറെഡി കടലയ്ക്ക് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നില്ല. അതും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 5-6 വിസിലടിപ്പിച്ചെടുക്കണം. കടലയുടെ വേവ് അനുസരിച്ച് നമ്മൾ വിസിലടിപ്പിച്ചെടുക്കണം. അതിന് ആയിട്ട് അടച്ച് വെച്ചതിന് ശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇട്ട് കൊടുത്തതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും കൂടി ഇട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കുന്നത് നന്നായിട്ട് ഗോൾഡൻ കളറൊന്നും ആയി വരണ്ട, ചെറിയ രീതിയിലൊന്ന് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി എടുത്തിരിക്കുന്ന സാധനങ്ങൾ കാണാം. നമ്മൾ 2 സവോള അരിഞ്ഞതിന് വെച്ചതിനകത്തുനിന്ന് കുറച്ചെടുത്തതിൻ്റെ ബാക്കിയാണ്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി തക്കാളിയെ ഞാൻ എടുത്തിട്ടുള്ളൂ, ഒത്തിരി പുളി ആവശ്യമില്ല, അതുകൊണ്ടാണ്. പിന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി ഇട്ട് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മളുടെ സവോളയും കൂടി ഒന്നിട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറായി വരണ്ട, അതിന് മുമ്പേ നമുക്ക് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ സവോളയ്ക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുവാണ്. ഇതിൻ്റെ കളർ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടിയും 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് വീട്ടിൽ പൊടിച്ച ഗരം മസാലപ്പൊടിയാണ്, അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതില്ലെങ്കിൽ നമുക്ക് ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്താണ്. അതിനുശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് തക്കാളി ഒന്ന് വെന്ത് നന്നായിട്ട് ഉടയുന്നിടം വരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അതിനായിട്ട് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ ചൂടാറിയിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പം നമ്മുടെ തക്കാളിയും മസാലയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി പോരാത്തത് ഞാൻ തവി കൊണ്ട് ഒന്ന് ഉടച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. ഉടച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിൽ നിന്നും കുറച്ച് സവോളയുടെയും ഇതിൻ്റെ കൂട്ടെടുത്ത് നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചൊന്ന് നമുക്ക് അരച്ചും കൂടി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെന്ത് ഇരിക്കുന്ന കടലയിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ കടലയും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം ഞാനിപ്പോൾ ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം നമ്മുടെ കറി ഒന്നുകൂടെ കുറുകും ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് അരപ്പെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കടല ചേർത്ത് കൊടുക്കാം. കടല ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കടലയും ഈ അരപ്പും എല്ലാമായിട്ട് നന്നായിട്ട് മിക്സ് ആകുന്നിടം വരെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ച് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ചൊന്ന് കുറുകി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ തേണ്ട ഞാൻ ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം തേണ്ട നമ്മുടെ കറി ഒന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം.
ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കറി ഇതേപോലെ തിളച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ചാറൊക്കെ കുറി ഏകദേശം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഒന്നുകൂടെ ഇത് കുറുകും. അതുകൊണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതി. അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് കടുക് വറക്കാൻ പോവാണ്. അതിനായിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് കടുകിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് നന്നായിട്ട് കരിഞ്ഞു പോകുന്ന പോലെ മൂക്കണ്ട, ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ ഉള്ളിയും പോട്ടെ നമ്മുടെ ഉണക്കമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കടുക് വറുത്തത് റെഡിയാകും. അപ്പോൾ അത് നമ്മുടെ കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് കടുക് വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇതേ രീതിയിൽ നിങ്ങൾ ഈ കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ അടിപൊളി കടലക്കറി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, പുട്ടിൻ്റെ കൂടെ കഴിക്കാം, എന്ത് പലഹാരത്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കടലക്കറിയാണ്. കണ്ടോ, അപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ അറിയത്തില്ല. കടുക് വറുത്തതിന് ശേഷം ഞാൻ 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കുറുകി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലുമാണ് വരുന്നത് കേട്ടോ. ഇതേപോലെ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇതുപോലുള്ള ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.